കാളപൂട്ടിന്റെ തുടക്കവും ആദ്യകാല മത്സരങ്ങളുടെ രീതിയൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ കാളപൂട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 20 വയസ്സിലൊക്കെ ഞാൻ കാളപൂട്ടിൻ്റെ മേഖലയുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനത്തെ ചെറുകിട ആളുകളൊക്കെ വളരെ വലിയ പ്രമാണിമാരും തറവാട്ട് ആളുകളായിരുന്നു അന്ന് കാളപൂട്ട്. കന്നാന്ന് കളി കാണികൾക്കാണ് അത് തീരുമാനിക്കല്. ഇന്നാളെ കന്നാണ് ഏറ്റവും വേഗതയിൽ ഓടിയത്. ഏറ്റവും ചെറിയ ആൾ ഞാനാണ് കാളപൂട്ടിൽ. ഏറ്റവും പ്രായമുള്ള ആളുകളായിരുന്നു നമ്മൾ കൊടുക്കണ്ടായിരുന്നു. എല്ലാവരും കാളപൂട്ട് കപ്പ് ട്രോഫിന്റെ മത്സരത്തിൽ കൊടുക്കും. അത് തുടക്കം ഞാൻ തന്നെയാണ്. ഇന്ന് കാളപൂട്ട് മത്സരങ്ങളെയും കാളകളെയും ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന മോൻകാക്ക എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത്? ഞാൻ കല്യാണം കഴിക്കുന്നൊക്കെ മുന്നേ ഞാൻ കാളപൂട്ടിലുണ്ടായിരുന്നു. കൃഷി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിതിലേക്ക് വരാൻ കാരണം. അങ്ങനെ ആവേശങ്ങൾ, ഒരു പരിപാടികൾ, ഒരു ജനം, ഒരു സംഘടിപ്പിക്കലും, ഒരു കൂട്ടായ്മ ഇപ്പം ഇല്ല. വാങ്ങി കാളപൂട്ടൽ തുടങ്ങി അന്നോട്ട് ഇന്ന് വരെ ഞാൻ നിർത്തിയിട്ടില്ല. ഒരു 15 ഏക്കർ സ്ഥലം ഞങ്ങൾ പാർക്കിങ്ങിന് അവിടെ അറേഞ്ച് ചെയ്തു. ചരിത്ര സംഭവം തന്നെയാണ്. ഇപ്പം മലപ്പുറം ജില്ലയിൽ തന്നെ ഞാൻ പറയുന്നു അത്ര ജനം കൂടിയൊരു സംഭവം വേറുണ്ട്. ഈ കാളപൂട്ട് 16-ാം തീയതി കാളപൂട്ടായിരിക്കും ഇപ്പം മലപ്പുറം ജില്ലയിൽ ഇപ്പം ചെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും ജനം വന്നൊരു സംഭവം അതായിരുന്നു.